ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ലക്സംബർഗിലെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലക്സംബർഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരാം ഒരു വേൾഡിൽ ഒരു റിച്ചസ്റ്റ് കൺട്രി. പിന്നെ ചിലർക്ക് പലർക്കും അല്ലാണ്ട് ലക്സംബർഗ് അറിയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റീൽസിലും അല്ലാണ്ട് ഈ ഓരോ യൂട്യൂബ് ചാനൽസിലൊക്കെ കാണുന്നുണ്ട് ജോബ്സ് ഇൻ ലക്സംബർഗ് പറഞ്ഞിട്ട് പലരും അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. വേഗം ജോലി കിട്ടും, ഹൈ സാലറി ആണ് എന്നുള്ള പല ഇതും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ കേൾക്കും നിങ്ങൾക്ക് ലക്സംബർഗർ. പക്ഷെ ലക്സംബർഗിൽ അറിയപ്പെടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ലൈക്ക് ഹൈക്കിംഗ്. ലൈക്ക് ലക്സംബർഗ് എന്ന കൺട്രി ഇസ് മെയിൻലി നോൺ ഫോർ ഹൈക്കിംഗ് ഓൾസോ എന്നുള്ള പലർക്കും അറിയില്ല. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ലക്സംബർഗിലെ വെരി ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഹൈക്കിങ്ങിന് എസ്പെഷ്യലി ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. മുല്ലർത്താൽ പറഞ്ഞിട്ടുള്ള ട്രെയിലിനാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ലക്സംബർഗ് ആണ്, വിച്ച് ഇസ് നോൺ ആസ് ദ മുല്ലർത്താൽ റീജിയൻ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ആൻഡ് ഹൈക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2017 ആദ്യമായിട്ട് ലക്സംബർഗിൽ വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ മുല്ലർത്താലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് സൗത്ത് ലക്സംബർഗിലാണ്. അപ്പം സൗത്ത് ലക്സംബർഗിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സെങ്കിലും ഉണ്ടാവും ഈ മുല്ലർത്താൽ റീജിയനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് മുല്ലർത്താൽ റീജിയനിലെത്തി. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുൾ വലിയ വലിയ മരങ്ങളും ഫുൾ പച്ചപ്പും അങ്ങനത്തെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ സൈഡിൽ കുറേ ചെറിയ ചെറിയ അരുവികൾ ഓൾസോ കാണാം. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിരുന്നു. ആൻഡ് ഓൾസോ നമ്മളൊരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ഹൈക്കിങ്ങിന് പോകാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഈ മുല്ലർത്താൽ റീജിയൻ ഇത്ര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് ഓഫ് ലക്സംബർഗ്. പിന്നെ ഇതിൽ 3 റൂട്ട്സ് ഉണ്ട് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റൂട്ട് 1, റൂട്ട് 2 ആൻഡ് റൂട്ട് 3. അപ്പോൾ നമ്മൾ ഈ 3 റൂട്ടും ലൈക്ക് കവർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 4 to 6 days വരെ ഹൈക്ക് ചെയ്യാൻ എടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഹോൾ മുല്ലർത്താൽ റീജിയൻ ഓൾമോസ്റ്റ് ലൈക്ക് 112 കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ലക്സംബർഗിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് സ്പോട്ടാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മുല്ലർത്താൽ റീജിയൻ 3 റൂട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 റൂട്ട് ഒരുമിച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ റൂട്ട് 1 മാത്രമായിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് 2 അല്ലെങ്കിൽ 2 റൂട്ട്സ് ആയിട്ടും അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ റൂട്ട് 3 പോകുന്നത്. പക്ഷേ റൂട്ട് 2 ആണ് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് റൂട്ട് 3യും ആക്ച്വലി നല്ല ഇഷ്ടമായി. ഞാൻ പണ്ട് വന്നപ്പോൾ റൂട്ട് 2ലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് രണ്ടും അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതിൽ ഓരോ റൂട്ട്സിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. റൂട്ട് 1 മെയിൻലി നല്ല ലാൻഡ്സ്കേപ്പും വലിയ വലിയ റോക്സും ഫോറസ്റ്റും ഒക്കെയാണ് റൂട്ട് 1 നമുക്ക് കാണാൻ പറ്റുക. റൂട്ട് 2 പറയുന്നതാണ് ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് ഓഫ് ലക്സംബർഗ് എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോക്ക് ഫോർമേഷൻസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് റൂട്ട് 3, ലൈക്ക് ചെറിയ ചെറിയ വാലീസും ഒക്കെ കാണാൻ പറ്റുന്നതാണ് റൂട്ട് 3. നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ മരത്തിൻ്റെ മേലെ ഇങ്ങനെ ഒരു സിമ്പിൾ കാണാം. ലൈക്ക് വൈറ്റിൻ്റെ മേലെ ഒരു എം എഴുതി, റെഡ് കളർ എം എഴുതി. അതായത് നമുക്ക് റൂട്ട് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതി വെക്കുന്നതാണ്. ലൈക്ക് നമ്മൾ മുല്ലർത്താൽ റീജിയനിൽ കൂടി തന്നെയാണ് നടക്കുന്നതെന്ന് ലൈക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സിമ്പിൾ വെച്ചതാണത്. ഇവിടെ പല ആൾക്കാരും ഈ 3 റൂട്ട്സ് കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ താമസിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. ലൈക്ക് ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്. ഓൾസോ ക്യാമ്പിംഗ് ആയിട്ടും ചെയ്തിട്ട് ഈ 3 റൂട്ടും കവർ ചെയ്യുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 3 റൂട്ടും കവർ ചെയ്യാൻ ലൈക്ക് 4 to 6 days എടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയും പല ആൾക്കാരെ ഇവിടെ മീറ്റ് ചെയ്തു. ലൈക്ക് ഈ 3 റൂട്ട്സും കവർ ചെയ്യുന്നവരും കണ്ടു.
ഞാൻ 2017 ആദ്യമായിട്ട് മുല്ലർത്താൽ റീജിയനിൽ വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്, ലൈക്ക് 2024 പിന്നെ ഞാൻ വരുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, അന്ന് കണ്ട അതേ സ്ഥലം പോലെ എനിക്ക് തോന്നി. ഒരു വ്യത്യാസം എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. ലൈക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, ലൈക്ക് നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ അങ്ങനത്തെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും നീറ്റായിട്ടാണ് അവരത് പ്രിസർവ് ചെയ്യുന്നത്. അത് ശരിക്കും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരെയും കൂടി പറയേണ്ട ഒരു പറഞ്ഞറിയിക്കേണ്ട ഒരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് അത്രയും ഓരോ സ്ട്രീമിലൊന്നും ഒരു വേസ്റ്റോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് പല ആൾക്കാരും ഈ സ്ട്രീമിലൊക്കെ കളിക്കുന്നുണ്ട്, ലൈക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇതിൽ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അവരെ എൻജോയ് ചെയ്തതിന് ശേഷം അവരുടെ വേസ്റ്റൊക്കെ അവരെന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതും കണ്ടു. അത് കണ്ടപ്പോൾ ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പാത്വേ ആണ്. അതായത് വുഡൻ പാത്വേ ആണ്, ആൻഡ് രണ്ട് സൈഡിലും ഫുൾ മരങ്ങളുണ്ടാവും. നല്ലൊരു രസമാണ് ഇതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ആൻഡ് ഫുൾ ഇങ്ങനെ മരത്തിലൂടെ ഈ ഒരു കിളികളൊച്ചയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞത്. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം ഫൈനലി നമ്മളൊരു വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. ഈ ഒരു ബ്രിഡ്ജ് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഇൻ ലക്സംബർഗ്. പിന്നെ ഈ ഒരു റീജിയൻ്റെ ഒരു സിമ്പിളും കൂടി ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ ഇത് 1879 ഈ ബ്രിഡ്ജ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. സാൻഡ് സ്റ്റോണും സ്റ്റീം ലൈം ഒക്കെ വെച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് 140 ഇയേഴ്സിനോളം പഴക്കമുള്ളൊരു ബ്രിഡ്ജും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് 7 കൊല്ലത്തിന് ശേഷം ഞാൻ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊരു ഡിഫറൻസും തോന്നിയില്ല ഈ ഒരു സ്ഥലത്തിന്. അപ്പം ഐ ഫെൽ സോ ഗുഡ് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വന്നതിൽ. സോ ഐ ഹോപ്പ് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും കുറേ ലക്സംബർഗ് വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ എന്തായാലും ലൈക്ക്